ഹലോ അസ്സലാമു അലൈക്കും. നമ്മളത് റണ്ണിങ് പിന്നെ റണ്ണിങ് വിത്ത് നല്ല വേറൊരു സ്റ്റിച്ചിങ് പിന്നെ റണ്ണിങ് വിത്ത് വേവ് തന്നെ ഞങ്ങൾ 3 ലൈന് നമ്മൾ പഠിച്ചു പോന്നിട്ട് ഇനി 4-മത്തെ ഡബിൾ റണ്ണിങ് കേട്ടോ. അതിനിതാ ഒരു നൂല് ഞാൻ കോർത്ത് പച്ച നൂല് കോർത്ത് വെച്ചിട്ട് ഇനി സ്കെയിലിട്ട് നല്ല ലൈൻ വരച്ചിട്ട് അതിന്മേൽ കൊടുത്തു ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്കെയിലോട് ഇതാ കടലാസ് പെൻസിൽ ഉപയോഗിച്ച് പെന്നല്ല കേട്ടോ, കടലാസ് പെൻസിൽ ഉപയോഗിച്ചൊരു ലൈൻ വരച്ച് നമ്മൾക്കൂടെ ഡബിൾ റണ്ണിങ് തുന്നുക കേട്ടോ. നമ്മൾ ഡബിൾ വിത്ത് റണ്ണിങ് തുന്നി ഇവിടെ നൂല് കിട്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ റണ്ണിങ് ആയി ഡബിളാട്ടോ. ഇനി ഒന്നും കൂടി ഗ്യാപ്പുള്ളിടത്ത് എന്ന് തുന്നി വരും, ഗ്യാപ്പ് കാണില്ല. ഗ്യാപ്പുള്ളിടത്ത് വേറെ നൂല് വരും. അത് ഞാൻ കറക്റ്റായി കാണിച്ചു തരാം. നേരത്തെ നമ്മൾ പച്ച നൂല് ഇപ്പോൾ ഒരു ചുവപ്പ് നൂല് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ലാസ്റ്റിന് വീഡിയോ എടുക്കലും ഒക്കെ പാടായിട്ട് കേട്ടോ. ലാസ്റ്റിൻ്റെ കിട്ടിട്ടാണ് മറ്റേതിൻ്റെ മാതിരി ഇതിൻ്റെ തുടക്കം ഇവിടുന്ന ആ ഇതിൻ്റെ ലാസ്റ്റ് തുടക്കല്ലേ ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ തുന്ന കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡബിൾ റണ്ണിങ് വരെ ഷീലയിൽ തുന്നി ഇതിലെന്തൊരു പേര് ഇനി മോട്ടീഫിൽ വരച്ചിട്ട് തുന്നുന്നത് കണ്ടോ. ഇവിടെ ഒരു ഗ്യാപ്പ് അതിനില്ല. ആദ്യം ചുവപ്പ് ഇങ്ങനെ തുന്നിയപ്പോൾ പച്ച തുന്നി പിന്നെ ചുവപ്പ് അതിൻ്റെ ഇടയിൽ കൂടെ തുന്നി ഗ്യാപ്പ്. ഇനി ഒരു ചിത്രം വരക്കുന്നുണ്ട്. ഇതിലിതാ ഞാൻ തത്തയുടെ ചിത്രം ഈ ഓയിൽ പേപ്പറിൽ വരച്ച് വെച്ചിട്ട് ഇനി അത് ഷീലേക്ക് പതിപ്പിച്ച്. ഇത് ഓയിൽ പേപ്പർ, ഇത് യെല്ലോ കാർബൺ പേപ്പർ, ഇതിൻ്റെ ഇടയിൽ നമ്മളെ വെള്ള ഷീല കോറ തുണി എടുത്ത ഷീല. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ പെൻസിൽ വെച്ച് വരയ്ക്കുക കേട്ടോ. വരക്കട്ടെ കാണിച്ചു തരാം. നമ്മൾ തത്തനെ വെച്ച് നോക്കട്ടോ. കാർബൺ പേപ്പർ മാറ്റി എല്ലാവരും ഇതാ നല്ല തത്ത. ഇതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഡബിൾ റണ്ണിങ് ചെയ്യണം കേട്ടോ. ഓക്കെ. നമ്മൾ തത്തൻ്റെ ഒരു ഭാഗമായിട്ട് തുന്നി കൊണ്ട് നിൽക്കണ റണ്ണിങ് അത് ബാക്കി കൂടെ തുന്നിയിട്ട് ഇത് നമ്മൾ വാല് തുന്നി കൊടുക്കുക കേട്ടോ. തത്തൻ്റെ ഇതിൻ്റെ ഇടയിൽ ഡബിളായിട്ടുള്ള വരണം. മുഴുവൻ ഡബിൾ റണ്ണിങ് സ്റ്റിച്ചിങ് ആട്ടത്. നമ്മളെ തത്ത സൂപ്പർ.